നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യുവാണ്. അഞ്ചാമത്തെ ഉൽപാദന ഘടകം എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്. നമുക്കറിയാം, നമ്മൾ 4 ഉൽപാദന ഘടകങ്ങളാണ് പറയുന്നത്. ഫിഫ്ത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറഞ്ഞൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യമാണ് പറയുന്നത് അഞ്ചാമത്തെ ഉൽപാദന ഘടകം എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ബാങ്കിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വാച്ച് ആയിക്കോട്ടെ, ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 4 പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ ആവശ്യം. ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ ക്ലാസ് കാണുന്ന നമ്മളിൽ എല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും കൂടെ മെഴുകുതിരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങുക. നമ്മൾ PSC മത്സര പരീക്ഷ എഴുതുന്നു, അതിനോടൊപ്പം തന്നെ നമുക്ക് ഏർണിങ്സും കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മെഴുകുതിരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങി. നമ്മുടെ പ്രദേശത്ത്, നാട്ടിൻ പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. ആ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടറാണ് ലാൻഡ് എന്ന് പറയുന്നത്. അതായത് മെഴുകുതിരി യൂണിറ്റ് നിൽക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഭൂമി വേണം, ലാൻഡ് വേണം. രണ്ടാമത്തത്, ഈ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ, സാധനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഴുകുതിരി ഉണ്ടാക്കണമല്ലോ, അതിനെന്തു വേണം? രണ്ടാമത്തെ ഫാക്ടറാണ് ലേബർ അല്ലെങ്കിൽ തൊഴിലാളികൾ വേണം. മൂന്നാമത്തത്, അപ്പൊ ലാൻഡ് ഉണ്ടായാൽ മാത്രം പോരാ, ലേബർ ഉണ്ടായാൽ മാത്രം പോരാ, മൂന്നാമതായിട്ട് ഇതിനൊരു മൂലധനം വേണം. ഈ പറയുന്ന മെഴുകുതിരി യൂണിറ്റിന് ഒരു മൂലധനം വേണം, ഒരു ക്യാപിറ്റൽ വേണം. നാലാമത്തത്, ഈ പറഞ്ഞ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്തുകൊണ്ട് പോകാൻ ഒരു ഓർഗനൈസർ വേണം. അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം. ഈ 4 ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാം. ലാൻഡായി, ലേബറായി, ക്യാപിറ്റലായി, ഓർഗനൈസേഷനായി. ഇനി ഈ 4 ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാം. എങ്ങനെയാ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിന്റെ സഹായത്തോടു കൂടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ലാൻഡ് മേടിക്കാൻ പറ്റും, ലേബറിനെ കൊണ്ടുവരാൻ പറ്റും, ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റും, ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഫിഫ്ത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കേരള PSC ആൻസർ കീ കൊടുത്തേക്കുന്നത് ബാങ്കിങ് ആണ്. ചില മെറ്റീരിയൽസ് ഒക്കെ വായിക്കുമ്പം അതിൽ പരിസ്ഥിതി എന്നായിരിക്കും ചില മെറ്റീരിയൽസിൽ കൊടുത്തേക്കുന്നത്. കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീ അഞ്ചാമത്തെ ഉൽപാദന ഘടകം അല്ലെങ്കിൽ ഫിഫ്ത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബാങ്കിങ്ങിനെയാണ് എന്ന് മാത്രം ഓർക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഇപ്പൊ ആൻസർ ബാങ്കിങ് ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 4 പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ വേണം. അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഒന്ന് ലാൻഡ്. ലാൻഡിന് മറ്റൊരു മലയാള പദമാണല്ലോ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെഴുകുതിരി യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോവാം. നമ്മുടെ കയ്യിൽ ഭൂമി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിക്കും. എങ്ങനെയാ? പണമായിട്ടല്ല വാങ്ങിക്കുന്ന, മറിച്ച് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് നമ്മൾ വാടകയ്ക്ക് എടുക്കും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ലാൻഡ് വേണം. ഇനി ലാൻഡ് ഇല്ലാത്ത പക്ഷം, നമ്മുടെ ലാൻഡ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? റെന്റ് ബേസിൽ നമ്മൾ ലാൻഡ് എടുക്കുന്നു. അത് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ലാൻഡ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, ലേബർ അല്ലെങ്കിൽ അധ്വാനമാണ്. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. അപ്പൊ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്നറിയപ്പെടുന്ന ടേമുണ്ട്, ലേബർ ഇന്റൻസീവ് എന്നറിയപ്പെടുന്ന NCERT സ്കൂൾ ടെക്സ്റ്റ് ഇപ്പം നമ്മൾ കണ്ടന്റ് ആയിട്ട് പറഞ്ഞോളാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു ബേസ് എന്ന വിധത്തിൽ ലാൻഡ് പഠിക്കണം, ലേബർ പഠിക്കണം. മൂന്നാമത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം എന്നാണ്. ഓക്കെ, ദസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ ഉണ്ട്, എക്കണോമിക്സ് നിങ്ങൾ പഠിക്കും, അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറഞ്ഞോളാം. അടുത്ത നാലാമതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ഓർഗനൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡിന്റെ പേരാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു റിസ്ക് എടുക്കുക, റിസ്ക് എടുക്കുന്നവന് കിട്ടുന്ന റിവാർഡിന്റെ പേരാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദ റിസ്ക് റിവാർഡിങ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. റിസ്ക് എടുക്കുന്നവന് കൊടുക്കുന്ന റിവാർഡിന്റെ പേരാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് 4 ഉൽപാദന ഘടകങ്ങൾ ആവശ്യമുണ്ട്. അതിനെയാണ് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നമ്മൾ കാണാപ്പാഠം പഠിക്കാൻ വേണ്ടി LLCO എന്നങ്ങ് ഓർത്ത് വെക്കാം.
LLCO, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചോദ്യമില്ല, സെക്കൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചോദ്യമില്ല, പക്ഷേ ഫിഫ്ത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അഞ്ചാമത്തെ ഉൽപാദക ഘടകം എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ബാങ്കിങ്ങിനെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എക്കണോമിക്സിൽ NCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുക. ഒന്നാമത്തെ വാക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു വാക്ക്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് റോ മെറ്റീരിയൽ എന്ന് പറയും. റോ മെറ്റീരിയൽ എന്ന് പറയുന്ന വാക്ക് ഹൈഫൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന വാക്ക്, വേറെ ഒന്നുമില്ല. ഒരു റോ മെറ്റീരിയലിനെ, ഒരു അസംസ്കൃത വസ്തുവിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അസംസ്കൃത വസ്തുക്കൾ അന്ത്യ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു ബോക്സിൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ് സ്കൂൾ ടെക്സ്റ്റിലൊക്കെ കൊടുത്തപ്പോൾ മൃദുമരങ്ങൾ എന്ന് പറയുന്ന അസംസ്കൃത വസ്തു എടുത്ത് എന്താക്കി മാറ്റും? പേപ്പറാക്കി മാറ്റും. നമ്മൾ പറയും മൃദുമരങ്ങൾ, മുള ഒക്കെയാണ് പേപ്പറിന്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. അപ്പൊ പേപ്പറിന്റെ റോ മെറ്റീരിയൽ എന്തുവാ? ഈ സോഫ്റ്റ് വുഡും ബാമ്പുവാ, മുളയും മൃദുമരങ്ങളുമാ. അത് ഉപയോഗിച്ച് അതിന്റെ സഹായത്തോടു കൂടി എന്താക്കി മാറ്റുന്നു? പേപ്പർ എന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിന്റെ പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്ന ആള്, ആ പ്രൊഡക്ഷൻ നടത്തുന്ന ആളിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഡ്യൂസർ, ഉൽപാദകൻ എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ വാക്ക് ആരാണ്? പ്രൊഡ്യൂസർ. കിട്ടി. ഇനി ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു സാധനം നോക്കൂ, ഈ മാർക്കർ പ്രൊഡ്യൂസ് ചെയ്തു, ഏതെങ്കിലും റോ മെറ്റീരിയലിന്റെ സഹായത്തോടുകൂടി മാർക്കർ ക്രിയേറ്റ് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനം നമ്മളിൽ ഓരോരുത്തരും വാങ്ങിക്കുക എങ്കിൽ നമ്മളെ അറിയപ്പെടുന്ന പേരാണ് കൺസ്യൂമർ, അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയും. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂം എ കമ്മോഡിറ്റി എന്നാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. സാധനം ഉപഭോഗം ചെയ്യുന്നവനെ അറിയപ്പെടുന്ന പേരാണ് കൺസ്യൂമർ. പ്രൊഡ്യൂസർ ഈസ് എ പേഴ്സൺ ഹു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നവനെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഡ്യൂസർ. മൂന്നാമത്തെ വാക്കുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ. ഈ മൂന്നാമത്തെ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, കൺസ്യൂമർ അത് വാങ്ങിച്ചു. അപ്പൊ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത പ്ലേസിൽ നിന്ന് കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ വെറുതെ അങ്ങ് എത്തുമല്ലോ, മറിച്ച് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത പ്ലേസിൽ നിന്ന് കൺസ്യൂമർ വാങ്ങിച്ച കടയിൽ വരെ ഈ സാധനം കൊണ്ടുവരണം, പ്രോഡക്റ്റ് കൊണ്ടുവരണം. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ, വിതരണക്കാരൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടർ ഈസ് എ പേഴ്സൺ ഹു ഡിസ്ട്രിബ്യൂട്ട് കമ്മോഡിറ്റി എന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവനെ അറിയപ്പെടുന്ന പേരാ ഡിസ്ട്രിബ്യൂട്ടർ. ഈ 3 വാക്കായല്ലോ. പ്രൊഡ്യൂസർ എന്താണെന്ന് കിട്ടി, കൺസ്യൂമർ എന്താണെന്ന് കിട്ടി, ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്ന് കിട്ടി. ഈ 3 വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ ഒരു വാക്ക് കൂടി NCERT സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തപ്പോൾ ഉണ്ട്, സർവീസ് പ്രൊവൈഡർ. വേറെ ഒന്നുമില്ല. സർവീസ് പ്രൊവൈഡർ ഈസ് എ പേഴ്സൺ ഹു പ്രൊവൈഡ് സർവീസ് ടു ദി പബ്ലിക്. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ എന്തു പറയും? സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. അപ്പൊ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ പറയുന്ന പബ്ലിക്, കോമൺ, ഞാൻ ഉൾപ്പെടെയുള്ള പബ്ലിക് ജനങ്ങൾ അവർ കൊടുക്കുന്ന റിട്ടേണിനെ അറിയപ്പെടുന്ന പേരാണ് ഫീസ്. നോക്കൂ, നമ്മളൊരു ലോയറിനെ സമീപിക്കുക. ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ലോയറിനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമ ഉപദേശങ്ങളെല്ലാം തരും. നമ്മൾ ആനുപാതികമായിട്ട് പുള്ളിക്ക് എന്ത് കൊടുക്കണം? ഈ പറയുന്ന നിയമ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമവശങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മൾ തിരിച്ച് പുള്ളിക്ക് ഒരു ഫീസ് കൊടുക്കും. അത് ചിലപ്പോൾ 1000 ആയിരിക്കാം, അല്ലെങ്കിൽ 500 ആയിരിക്കാം, അല്ലെങ്കിൽ 10,000 ആയിരിക്കാം, എത്രങ്കിലും ആയിക്കോട്ടെ. അതിനെയാണ് ഫീസ് എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇനി നോക്കൂ, ഒരു ഡോക്ടറിനെ നമ്മൾ സമീപിക്കുവാണ്. നമുക്കൊരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് നമുക്ക് എന്ത് കൊടുക്കണം? ഒരു ഫീസ് കൊടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കാണുന്നു, പുള്ളിക്ക് നമ്മൾ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കുന്നുണ്ട് സാലറി ബേസിൽ. ഞാൻ പറയുന്നത് കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറിന് നമ്മൾ ഫീസ് കൊടുക്കണം. അപ്പോൾ അത് കൺസൾട്ടിങ് എന്ന് പറയുന്നത് അയാൾ തരുന്ന ഒരു സർവീസാണ്. ഓക്കെ, ലോയർ, ഡോക്ടർ, എഞ്ചിനീയർ. നമ്മളെ വീടിന് ഒരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടി എഞ്ചിനീയറിനെ സമീപിച്ചു. പുള്ളി നമുക്ക് തരുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക നമുക്ക്. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? അദ്ദേഹത്തിന് ഒരു ഫീസ് കൊടുക്കണം. അപ്പം നാലാമത്തെ വാക്ക് അല്ലെങ്കിൽ ആളിനെ അറിയപ്പെടുന്ന പേരാണ് സർവീസ് പ്രൊവൈഡർ. സർവീസ് പ്രൊവൈഡർ ഈസ് എ പേഴ്സൺ ഹു പ്രൊവൈഡ് സർവീസ് ടു ദി പബ്ലിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് പ്രൊഡക്ഷൻ എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിളായിട്ട് നമുക്ക് പറയാം, റോ മെറ്റീരിയൽ എന്തായിട്ട് മാറും?
ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും. റോ മെറ്റീരിയലിൻ്റെ മലയാള വാക്ക് അസംസ്കൃത വസ്തു എന്നാണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഈ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അന്ത്യ ഉൽപ്പന്നം അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്ന് പറയും. ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പ്രോഡക്റ്റിലൂടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കിട്ടുന്ന സാധനത്തെ അറിയപ്പെടുന്ന പേരാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ അറിയപ്പെടുന്ന പേര് പ്രൊഡ്യൂസർ. പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ അറിയപ്പെടുന്ന പേര് കൺസ്യൂമർ. പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ മൂന്നാമത്തെ വാക്ക് നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള 4 ഘടകങ്ങളിലെയോ ഏതൊക്കെ വാക്കാ? LLCO. പറഞ്ഞ എന്തുവാ? LLCO, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി നോക്കണേ, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുമ്പം ഈ ഒരു വാക്ക് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന വാക്കായി നമ്മൾ പറയാൻ വരുന്നത് സാധനങ്ങളും സേവനങ്ങളും. അപ്പൊ സാധനങ്ങൾ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സാധനങ്ങൾ മാത്രമല്ല കൺസ്യൂം ചെയ്യുന്നത്, സാധനങ്ങൾ മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനകത്ത് എന്തും വരും? ഈ സർവീസസ് അല്ലെങ്കിൽ സേവനങ്ങളും വരും. അപ്പൊ നമ്മൾ ഇനി മുതൽ പറയാൻ പോകുന്ന എല്ലാ ടൈമിലും, അത് നാഷണൽ ഇൻകം ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, GVA ആയിക്കോട്ടെ, NNP ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും എന്ന് പറയും. ഈ ബേസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പ്രൊഡക്ഷൻ എന്താണെന്ന് കിട്ടി, പ്രോഡക്റ്റ് എന്താണെന്ന് കിട്ടി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് കിട്ടി, ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ പറയാം. നോക്കൂ, ഒന്നാമത്തെ വാക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയും. നാഷണൽ ഇൻകം ഇസ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് ആൻ ഇയർ എന്ന. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും ഗുഡ്സിൻ്റെയും സേവനങ്ങളുടെയും സർവീസസിൻ്റെയും ഈ പറഞ്ഞ മണി വാല്യൂവിനെ അറിയപ്പെടുന്ന പേരാണ് നാഷണൽ ഇൻകം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തുവാ? നാഷണൽ ഇൻകം ഇനി പഠിക്കും, GDP നമ്മൾ പഠിക്കും. ഇതിനകത്തെല്ലാം എന്ത് പറയുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും എന്നാണ് നമ്മളത് തരംതിരിക്കും. ഗുഡ്സിനെ തന്നെ പലതരത്തിൽ തരംതിരിക്കും. ഗുഡ്സ് തന്നെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഒക്കെ ഉണ്ട്. അത് NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററും നമ്മൾ വ്യക്തമാക്കി പോയിക്കോളാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒന്നാമത്തെ ഫാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, LLCO എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി കഴിഞ്ഞ ഡിഗ്രി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം, അത് 10th ലെവൽ മെയിൻസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അസിസ്റ്റന്റ് സെയിൽസ്മാൻ യൂസ്ഫുൾ ആവും, ഏത് മത്സര പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും? LLCO എന്ന് പറഞ്ഞ 4 ഉൽപാദന ഘടകങ്ങളാണെന്ന് പറഞ്ഞല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിൽ ഈ പറയുന്ന ലാൻഡും ക്യാപിറ്റലും പാസീവ് ഫാക്ടേഴ്സാണ്. അതിൻ്റെ മലയാള വാക്ക് നിഷ്ക്രിയ ഘടകങ്ങളാണ്. എന്തോന്ന് പറയാം? ആക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, പാസീവ് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ലേബറും ഓർഗനൈസേഷനും. അപ്പോൾ ഈ പറയുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞ ലാൻഡും ക്യാപിറ്റലും എന്താണ്? പാസീവാണ്. ഈ പറയുന്ന ലേബറും ഓർഗനൈസേഷനും എന്താണ്? ആക്റ്റീവാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് ലാൻഡും ക്യാപിറ്റലും പാസീവാണ്, ലേബറും ഓർഗനൈസേഷനും ആക്റ്റീവാണ്. ഇതെന്താണെന്ന് പറയാം. എന്താ ഈ പറയുന്ന പാസീവ് ഫാക്ടർ അല്ലെങ്കിൽ ആക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ലോജിക്കായിട്ട് ഓർത്തു വെക്കുക. ആക്റ്റീവ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ഫാക്ടേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഫാക്ടേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്? പാസീവ് ഫാക്ടർ. അതായത് ആക്റ്റീവ് ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെയാ ആക്റ്റീവ് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞ എന്താണ് ആക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ലേബറും ഓർഗനൈസേഷനും. അപ്പോൾ ഈ പറയുന്ന ലേബറിനെയും ഓർഗനൈസേഷനെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഫാക്ടേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പാസീവ് ഫാക്ടർ എന്ന് പറയുന്നത്. നോക്കൂ, ലേബർ വേണം, ലാൻഡ്, ഈ പറഞ്ഞ ലേബർ ഉണ്ടെങ്കിൽ എന്തുള്ളൂ? ലാൻഡ് ഉള്ളൂ. ദെൻ ഈ പറയുന്ന ഓർഗനൈസേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ആർക്കൊക്കെ നിലനിൽപ്പുള്ളൂ? ഈ പറയുന്ന ലാൻഡിന് നിലനിൽപ്പുള്ളൂ, ക്യാപിറ്റലിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസീവ് ഫാക്ടറും ഉണ്ട്, ആക്റ്റീവ് ഫാക്ടറും ഉണ്ട്. നിങ്ങൾ പഠിക്കേണ്ടതേ ഉള്ളൂ. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ഫാക്ടേഴ്സിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഘടകങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാസീവ് ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. എൻ്റെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, ആണല്ലോ. ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോവുക, നമ്മൾ പഠിക്കുക, നമ്മൾ വിദ്യാർത്ഥികളാണ്. നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്. അപ്പോൾ ഈ പറയുന്ന അമ്മുമ്മയും അപ്പൂപ്പനെയും
ഈ പറയുന്ന നമ്മളെയൊക്കെ നോക്കുന്ന ആരാണ്? നമ്മുടെ അമ്മയും അച്ഛനോ. അവരാണ് ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നത്, ശരിയല്ലേ? അവർ ജോലിക്ക് പോകുന്നു, അവർക്ക് മാസാമാസം ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം ഉപയോഗിച്ച് നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി നാളെ നമ്മൾ വലുതായി, നമ്മൾ ജോലി കയറി, ആ സെക്രട്ടറി അസിസ്റ്റന്റ് ആയി, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയി, അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് എഴുതി നമ്മൾ പാസ് ഔട്ട് ആയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിഫോം തസ്തികയിൽ കയറി ഒരു ജോലിയായി. ജോലിയാവുന്ന സമയത്ത് അപ്പം പ്രായമാകുന്ന നമ്മുടെ അമ്മയും അച്ഛനെയും ഈ പറഞ്ഞ അമ്മുമ്മയും അപ്പൂപ്പനെയും ഒക്കെ നമ്മൾ നോക്കത്തില്ലേ? ഈ ടൈമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആരാണ്? ആക്റ്റീവാണ്. പാസീവ് ആരാണ്? നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഈ പറയുന്ന ആക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലേബറും ഓർഗനൈസേഷനുമാണ്. ഈ പറഞ്ഞ ആക്റ്റീവ് ഫാക്ടേഴ്സിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഫാക്ടേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് പാസീവ് ഫാക്ടർ. ഇപ്പൊ പാസീവ് ഫാക്ടർ ഏതൊക്കെയാ? ലാൻഡും ക്യാപിറ്റലും പാസീവ് ഫാക്ടറും, ലേബറും ഓർഗനൈസേഷനും എന്താണ്? ആക്റ്റീവ് ഫാക്ടറുമാണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം, ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും റിട്ടേൺ ഉണ്ട്. നോക്കൂ, വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റ്, ഒരു മനസ്വിനി എന്ന് പറഞ്ഞൊരു കുടുംബശ്രീ യൂണിറ്റിനെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുക. എന്തോ മനസ്വിനിയുടെ പ്രത്യേകത? മനസ്വിനിയുടെ പ്രത്യേകത ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കുടുംബശ്രീ യൂണിറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നലിംഗ കുടുംബശ്രീ യൂണിറ്റിന്റെ പേരാണ് മനസ്വിനി. അത് കോട്ടയം ജില്ലയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ കോട്ടയം ജില്ലയിലെ മനസ്വിനി എന്നറിയപ്പെടുന്ന ഇത് കുടുംബശ്രീ യൂണിറ്റുമായി ചേർന്ന് നമ്മളൊരു മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് ഫോം ചെയ്തു. അപ്പൊ എങ്കിൽ അതിനാവശ്യമുള്ള എന്താണ്? ലാൻഡ് ആവശ്യമുണ്ട്, ലേബർ ആവശ്യമുണ്ട്, ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ഓർഗനൈസേഷൻ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ മനസ്വിനി കുടുംബശ്രീ യൂണിറ്റുമായിട്ട് നമ്മൾ എല്ലാവരും ചേർന്നു. എങ്കിൽ അവിടെ ലാൻഡ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലാൻഡ് റെന്റിനെടുക്കും. മാസാമാസം ഒരു വ്യക്തിക്ക് റെന്റ് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ വസ്തു നമ്മൾ എടുക്കും. എന്നിട്ട് അവിടെ യൂണിറ്റ് തുടങ്ങും. അപ്പം മാസാമാസം എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. റെന്റിന് പറയുന്ന പേരാണ് വാടക. ലാൻഡിന് കിട്ടുന്ന റിട്ടേണിനെ അറിയപ്പെടുന്ന പേരാണ് റെന്റ്, അല്ലെങ്കിൽ വാടക, അല്ലെങ്കിൽ പാട്ടം എന്ന് പറയും. പാട്ടം. ഓക്കെ. രണ്ടാമത്തത് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്. ആ പ്രദേശ തൊഴിലാളികളില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ നിന്നോ, കണ്ണൂർ ജില്ലയിൽ നിന്നോ എന്ത് ചെയ്യും? തൊഴിലാളികളെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് മാസാമാസം ഡെയിലി, അല്ലെങ്കിൽ ഈ പറയുന്ന 6 മാസം കൂടുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? വേജ് കൊടുക്കേണ്ടി വരും. 6 മാസം ഒന്നുമില്ല, ഓരോ മാസം അല്ലെങ്കിൽ ഡെയിലി വേജ് കൊടുക്കേണ്ടി വരും. അതിനെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് മാസാമാസം എന്ത് കൊടുക്കണം? വേതനം കൊടുക്കണം, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കണം. അതാണ് രണ്ടാമത്തെ റിട്ടേൺ. മൂന്നാമത്തത്, നമ്മൾ മനസ്വിനി കുടുംബശ്രീ യൂണിറ്റുമായിട്ട് കൂടി ചേർന്ന് ഈ പറയുന്ന മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ ഇല്ല. ക്യാപിറ്റൽ കേരളത്തിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായശാലയുടെ അല്ലെങ്കിൽ വ്യവസായശാല കൈകാര്യം ചെയ്യുന്ന ഒരു വ്യവസായശാല പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ പറയുന്നതാ ഒരു വ്യവസായി. ആ വ്യവസായിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. പുള്ളി നമുക്ക് ക്യാപിറ്റൽ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് എന്ത് കൊടുക്കണം? നമ്മൾ മാസാമാസം വർഷാവർഷം പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ക്യാപിറ്റലിന് ഇക്വലന്റ് ആയിട്ട് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ മാസാമാസം ക്യാപിറ്റലിന് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ റിട്ടേൺ കിട്ടി. മൂന്നാമത്തെ റിട്ടേൺ കിട്ടി. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റിട്ടേണിൻ്റെ പേര്, ക്യാപിറ്റലിന് കിട്ടുന്ന റിട്ടേൺ ആണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയും. നാലാമതായിട്ട് ഓർഗനൈസേഷൻ. ഈ പറഞ്ഞ ലാൻഡ് കൊണ്ടുവന്നു, ലേബറിനെ നമ്മൾ അറേഞ്ച് ചെയ്തു, ക്യാപിറ്റലും കൊണ്ടുവന്നെങ്കിൽ നമ്മളെ അറിയപ്പെടുന്ന പേര് ഓർഗനൈസർ എന്നാണ്. ഈ ഓർഗനൈസറിന് കിട്ടുന്ന റിട്ടേണിനെ അറിയപ്പെടുന്ന പേരാണ് പ്രോഫിറ്റ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയ സമയത്തെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. എന്താണ്? പ്രോഫിറ്റ് ഈസ് ദി റിസ്ക് റിവാർഡിങ് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി. അതായത് ഒരുത്തൻ റിസ്ക് എടുത്തിട്ടുണ്ട്, ആ റിസ്ക് എടുത്തവന് കൊടുക്കുന്ന റിവാർഡിന്റെ പേരാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസർ കിട്ടുന്ന ടൈം എന്താണ്? റിട്ടേൺ പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഇനി ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ മൊത്തമുള്ള ആളുകൾക്ക് ലാൻഡ് ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളുടെയും ലാൻഡ് എന്തായിട്ട് കൊടുക്കാം? റെന്റായിട്ട് കൊടുക്കാമല്ലോ. ഇത് മാസാമാസം കിട്ടുവാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ വ്യക്തികൾക്കും മാസാമാസം എന്ത് കിട്ടും? റെന്റ് എന്തായിട്ട് കിട്ടും? അവൻ്റെ വരുമാനമായിട്ട് കിട്ടും. ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വരുമാനം. ലാൻഡിന് റെന്റ് വരുമാനമായിട്ട് കിട്ടി. ഇനി നമ്മൾ തന്നെ ലാൻഡ് ഉണ്ടായിരുന്നു, എനിക്ക്, നമ്മൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ലാൻഡ് ഉണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് ഇറങ്ങി പോവാം. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വേജാണ്. അപ്പം റെന്റ് കിട്ടി, പ്ലസ് വേജ് കിട്ടി. ദെൻ അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, നിങ്ങൾ വേറെ ഓരോരുത്തർക്ക് സഹായിക്കാൻ വേണ്ടി കൊടുത്തു, അവർക്ക് വ്യവസായശാല തുടങ്ങാൻ വേണ്ടി കൊടുത്തു. നിങ്ങൾക്ക് മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം ഇതിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് IN അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്.
ഓക്കെ, ദെൻ അതിനോടുകൂടി എന്തോടെ കൂട്ടിയാൽ മതി? ഓർഗനൈസേഷൻ. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ട്, നിങ്ങൾ ഓർഗനൈസറാ, നിങ്ങൾക്ക് മാസാമാസം വർഷാവർഷം പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും റെന്റ് വരുമാനമാ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും വേജ് വരുമാനമാ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ വരുമാനമാ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും പ്രോഫിറ്റ് വരുമാനമല്ലേ? ഈ 4 കാര്യങ്ങളും കൂട്ടുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ചെലവല്ല കിട്ടുന്ന വരുമാനമാ കിട്ടുന്നത്. ഇത് നാഷണൽ ഇൻകത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് വരുമാന രീതി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ലാൻഡിന് റെന്റ് കിട്ടും, ലേബറിന് വേജ് കിട്ടും, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വരുമാനം ഒരു വ്യക്തിക്കുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കുറച്ച് വസ്തുവുണ്ട്, നിങ്ങൾക്ക് കുറച്ച് കടമുറിയുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ഏതെങ്കിലും മെഷീൻ ഉണ്ടെന്നിരിക്കട്ടെ, യന്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാറുണ്ട്. ആ കാറ് മാസാമാസം ഡെയിലി നിങ്ങൾ എന്ത് കൊടുക്കുന്നു? ഈ ദിവസവും ദിവസവും എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നമ്മൾ എന്താ പറയുന്നത്, റെന്റ് കാർ അല്ലെങ്കിൽ റെന്റ് മെഷീൻ അങ്ങനെയൊക്കെ പറയത്തില്ലേ, കൊടുക്കുന്നു. നിങ്ങൾക്ക് മാസാമാസം ഡെയിലി എന്ത് കിട്ടും? അതിനകത്ത് നിന്ന് റെന്റ് കിട്ടും. ദെൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് തൊഴിലാളികളുണ്ട്, പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന കുറച്ച് സഹോദരങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ അതിൽ തൊഴിലാളികളുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ ഈ പറയുന്ന സൈറ്റിലും കൊണ്ടുപോയിട്ട് കൊടുക്കുവാണ്. നിങ്ങൾ പറയാം ഇന്ന ആളുകൾക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇന്ന തൊഴിലാളികൾ പറ്റും, അപ്പോൾ അവർ 10 പേരെ അവിടെ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി എന്ത് കിട്ടും? വേജ് കിട്ടും. ക്യാപിറ്റൽ, നിങ്ങളുടെ കുറച്ച് കണ്ടമാനം പൈസ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന പൈസ നിങ്ങൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതിന് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇങ്ങനെ കിട്ടുന്ന എല്ലാ വരുമാനവും നിങ്ങൾ സം ചെയ്യുമ്പം ഒരാളുടെ വരുമാനം കിട്ടും. അതേപോലെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും വരുമാനം കൂട്ടുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ദേശീയ വരുമാനം. ദേശീയ വരുമാനം 3 രീതിയിലാണ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ഒന്ന് വരുമാന രീതി, നമ്മളിപ്പോൾ പറഞ്ഞ വരുമാനം, റെന്റ് വരുമാനമാ, വേജ് വരുമാനമാ, ഇൻട്രസ്റ്റ് വരുമാനമാ, പ്രോഫിറ്റ് വരുമാനമാ. ദെൻ ചെലവ് രീതിയുണ്ട്. എനിക്ക് ചെലവുണ്ട്, ഈ രാജ്യത്ത് എനിക്ക് ചെലവുണ്ട്. ഇനി എനിക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അവർക്ക് ചെലവുണ്ട്. ഗവൺമെന്റിന് ചെലവുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറയും. അതാണ് ചെലവ് രീതി. അപ്പൊ ദേശീയ വരുമാനം ഏത് മെത്തേഡിലാണ്? ഇൻകം മെത്തേഡിൽ കണക്കാക്കുവാണെങ്കിൽ കൂട്ടേണ്ടത് 6, അതായത് റെന്റ് പ്ലസ് വേജ് W പ്ലസ് ഇൻട്രസ്റ്റ് IN പ്ലസ് പ്രോഫിറ്റ്. ഇനി ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും റെന്റ് ആണെങ്കിൽ നമ്മൾ പറയും സിഗ്മ R എന്നാ പറയുന്നത്. സിഗ്മ R അതായത് സം R. ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും റെന്റ് കൂട്ടുന്നു, അപ്പം ടോട്ടൽ സം അഗ്രിഗേറ്റ്. ദെൻ സിഗ്മ W എന്ന് വെച്ചാൽ എന്തുവാ അതിനർത്ഥം? ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും വേജ് എടുക്കുന്നു, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഇൻട്രസ്റ്റ് എടുക്കുവാണെങ്കിൽ സിഗ്മ ഇൻട്രസ്റ്റ്. ദെൻ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും പ്രോഫിറ്റ് എടുക്കുവാണെങ്കിൽ സിഗ്മ പ്രോഫിറ്റ്. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെ റെന്റ് എടുക്കുന്നു, മുഴുവൻ ആളുകളുടെയും വേജ് എടുക്കുന്നു, മുഴുവൻ ആളുകളുടെയും ഇൻട്രസ്റ്റ് എടുക്കുന്നു, മുഴുവൻ ആളുടെയും പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെ എന്ത് കിട്ടും? ഇൻകം കിട്ടും. ഈ ഇൻകം കണക്കാക്കുകയാണെങ്കിൽ ഇതിനെ അറിയപ്പെടുന്ന പേരും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ? എങ്ങനെ? ഓൺ ദി ബേസിസ് ഓഫ് ഇൻകം, ടോട്ടൽ ഇൻകം, ആകെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചെറിയ ഒരു യൂണിറ്റിൽ നിന്ന് വലിയ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിലേക്ക് നമ്മൾ വന്നു. അപ്പൊ സിഗ്മ R പ്ലസ്, സിഗ്മ W പ്ലസ്, സിഗ്മ IN പ്ലസ്, സിഗ്മ P എന്ന് വെച്ചാൽ എന്തുവാണ്? നാഷണൽ ഇൻകം ഏത് മെത്തേഡിൽ? ഇൻകം മെത്തേഡ്. നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ സിഗ്മ R പ്ലസ്, സിഗ്മ W പ്ലസ്, സിഗ്മ ഇൻട്രസ്റ്റ് പ്ലസ്, സിഗ്മ പ്രോഫിറ്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്കാണ് പറയാൻ പോകുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ മൂലധന തീവ്ര ഉൽപാദനം, ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ അധ്വാന തീവ്ര ഉൽപാദനം. നമ്മൾ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, അതല്ല ഒരു സ്കൂൾ നിർമ്മിക്കുന്നു, അതല്ല ഒരു വ്യവസായശാല നിർമ്മിക്കുന്നു. പോട്ടെ, നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായ റോഡ് നിർമ്മിക്കുക. റോഡ് നിർമ്മിക്കുന്ന സമയത്ത് മോർ ക്യാപിറ്റലും ലെസ് ലേബറും ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് മൂലധന തീവ്ര ഉൽപാദനം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് റോളർ ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നത് ആ മെഷീൻ, ഈ പറയുന്ന ടാറ് ഉരുക്കുന്ന ഒരു പ്രോസസ്സ്, മെറ്റിൽ ക്രഷ് ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സ്, മെറ്റിൽ കൊണ്ട് ഇറക്കുന്ന ഒരു പ്രോസസ്സ്, അവിടുത്തുള്ള സ്വീപ്പർ, അതായത് നമ്മൾ ഈ പറയുന്ന ഉള്ള തൂപ്പുകാരെ, അതായത് റോഡ് വൃത്തിയാക്കുന്ന ആളുകളെയൊക്കെ മാറ്റിയിട്ട് എല്ലാം മെഷീനാണ്. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രം ഒരു ലേബറുമാണെന്നിരിക്കട്ടെ. ഇപ്പൊ റോളർ, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഡ്രൈവർ,
അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞേക്കുന്ന ബ്രിക്ക് മിക്സർ, ഈ പറയുന്ന കരിങ്കല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റൽ പൊടിക്കുന്ന ഒരാൾ, ആ ഒരു മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ, ഈ പറയുന്ന റോഡ് വൃത്തിയാക്കാൻ വേണ്ടി ഒരു മെഷീൻ, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ലേബർ. അങ്ങനെ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ പേര്, ആ ഒരു ടെക്നിക്കിന്റെ പേരാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ മൂലധന തീവ്ര ഉൽപാദനം എന്ന് പറയും. മൂലധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മെഷീനറി. പറഞ്ഞ മനസ്സിലായോ? ദെൻ രണ്ടാമത്തെ വാക്കാണ് ലേബർ ഇൻറ്റൻസീവ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. നമ്മുടെ വീട് പണിയോ, നമ്മൾ എല്ലാവരും കൂടെ നിങ്ങൾ ജോലിയിൽ കയറി സെക്രട്ടറി അസിസ്റ്റൻ്റായി, ഈ പറഞ്ഞ 10th ലെവൽ മെയിൻസ് എഴുതി നിങ്ങൾ LD ക്ലർക്കായി, അല്ലെങ്കിൽ CPO ആയി, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറായി, അതല്ലെങ്കിൽ ഏത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വീട് നിർമ്മിക്കാൻ പോവുക. വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ആ കോൺട്രാക്ടറിനോട് പറയുക, അധികം മെഷീൻ ഒന്നും ഉപയോഗിക്കേണ്ട, മൊത്തം തൊഴിലാളികളെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പം മോർ ലേബർ, കൂടുതൽ തൊഴിലാളികൾ, ലെസ് ക്യാപിറ്റൽ, കുറച്ച് മാത്രം മൂലധനം. മൂലധനം ഉദ്ദേശിക്കുന്നത് ലെസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, മീൻസ് ലെസ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ്, മെഷീൻസ്. ഇതിനെ അറിയപ്പെടുന്നവരാണ് ലേബർ ഇൻറ്റൻസീവ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ അധ്വാന തീവ്ര ഉൽപാദനം, ലേബർ ഇൻറ്റൻസീവ്. അപ്പോൾ ഇവിടെ രണ്ട് വാക്ക് ഞാൻ പറയുക. ലേബർ ഇൻറ്റൻസീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. ലേബർ ഇൻറ്റൻസീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നിരിക്കട്ടെ. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. പറഞ്ഞ് മനസ്സിലായോ? കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മൊത്തം അങ്ങ് മെഷീന് കൊടുക്കാൻ പറ്റൂ? ഇല്ല. ഇന്ത്യയിൽ ഈ പറയുന്ന തൊഴിലാളികളുണ്ട്. കാരണം ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. നേരത്തെ ഇന്ത്യ അല്ലായിരുന്നു, 2ാം സ്ഥാനമായിരുന്നു. ഇപ്പൊ ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനം ഇന്ത്യ. അപ്പൊ ഇന്ത്യയെ പോലൊരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്, ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു രാജ്യത്ത് പറയുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മാത്രം പോരാ, അവിടെ ലേബർ ഇൻറ്റൻസീവും വേണം. ഈ രണ്ട് ടെക്നിക്ക് ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? മോർ ക്യാപിറ്റൽ ലെസ് ലേബർ. കൂടുതൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കുന്നു, കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുന്നു, കുറച്ച് തൊഴിലാളികളെ ഉപയോഗിക്കുന്നു. ഓക്കെ. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാലോ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിക്കുന്നു, ലെസ് ക്യാപിറ്റൽ, മോർ ലേബർ ലെസ് ക്യാപിറ്റൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മൂന്നാമത്തെ വാക്കാണ് ഷെയർ ഹോൾഡർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എടുത്തതാണ്. എന്താണ് സെബി, എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എന്താണ് ബ്ലൂ ചിപ്പ്, എന്താണ് ഗിൽഡ്, എന്താണ് എന്നൊക്കെ പറഞ്ഞല്ലേ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ, ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലമാണോ? അതല്ല. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ഓഹരികൾ, ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഷെയർ മാർക്കറ്റ്. ഷെയർ ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ, ദ പേഴ്സൺ ഹു ഹോൾഡ് ദ ഷെയർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ. ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുക, ഷെയർ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ, ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നവനെ അറിയപ്പെടുന്ന പേരാണ് ഷെയർ ഹോൾഡർ. പിന്നെ രണ്ടാമത് പറഞ്ഞ വാക്കാണ് ഗിൽഡ്. ഗവൺമെന്റ് ഓഹരികളെ, ഗവൺമെന്റിന്റെ ഷെയർസിനെ അറിയപ്പെടുന്ന പേര് ഗിൽഡ് എന്നാണ്. ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമേറിയ, ഏറ്റവും വാല്യൂ കൂടുതലുള്ള ഓഹരികളെ അറിയപ്പെടുന്ന പേര് ബ്ലൂ ചിപ്പ്. സെബി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഓഹരി വിപണികളെ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരാണ് സെബി. സെബി ഫോം ചെയ്ത വർഷം, സെബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഒക്കെ പ്രീവിയസ് ക്ലാസ്സിൽ എക്സാം ആയിട്ടും PDF ആയിട്ടും ക്ലാസ് ആയിട്ടും പറഞ്ഞിരുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സ്പ്രെഡ്. എന്താ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രോഫിറ്റിനെ അറിയപ്പെടുന്ന പേരാണ് സ്പ്രെഡ്. കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രോഫിറ്റിനെ അറിയപ്പെടുന്ന പേര് സ്പ്രെഡ് എന്നാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. പിന്നെ ബുള്ള് ആൻഡ് ബിയർ. ബുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഓഹരി വിപണികളിലെ, ഷെയർ മാർക്കറ്റിലെ ഉയർച്ചയെ അറിയപ്പെടുന്ന പേര് ബുള്ളെന്നും ഷെയർ മാർക്കറ്റിലെ തകർച്ചയെ അറിയപ്പെടുന്ന പേര് ബിയർ എന്നുമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യം ഓർത്തു വെക്കൂ. നമ്മുടെ എക്കോണമിയിൽ ഒരു രാജ്യത്തെ 4 തരത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറയും പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ എന്നൊക്കെ പറയുമല്ലോ. അതേ മോഡൽ 1 സെക്ടർ മോഡൽ, 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡൽ, ഇങ്ങനെ 4ആയി തരംതിരിക്കുന്നു. അതായത് ഈ രാജ്യത്ത് നോക്കിയ ഒറ്റ കാര്യം മാത്രം, ആദ്യകാലത്തൊക്കെ ഒരു രാജ്യത്ത് കുറച്ച് ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങൾക്ക് ഇന്നിപ്പം നമ്മൾ നോക്കൂ, ഈ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? നമുക്ക് രാവിലെ ഭക്ഷണം വേണം, ഉച്ചയ്ക്ക് ഭക്ഷണം വേണം, വൈകിട്ട് ഭക്ഷണം വേണം, നമുക്ക് പഠിക്കാൻ ബുക്ക് വേണം, നമുക്ക് മൊബൈൽ ഫോൺ വേണം, നമുക്ക് പ്രധാനമായിട്ടുള്ള ലാപ്ടോപ്പ് വേണം, നമുക്ക് ഭക്ഷണ സാധനങ്ങൾ മാത്രം പോരാ, ആരോഗ്യ മേഖലയിൽ പ്രോഡക്റ്റ് വേണം, എല്ലാ പ്രോഡക്റ്റും നമുക്ക് വേണം. അപ്പം നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന യൂണിറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഫേം, അല്ലെങ്കിൽ ഉൽപാദന മേഖല എന്ന് പറയും. അപ്പം നമ്മളെ അറിയപ്പെടുന്ന പേരെന്താ? നമ്മളെ അറിയപ്പെടുന്ന പേര് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഗാർഹിക മേഖലയെന്ന്.
അപ്പൊ ഈ രണ്ട് പേര് മാത്രമേ ഒരു രാജ്യത്തുള്ളെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ടു സെക്ടർ മോഡൽ എക്കോണമി. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഞാനും നമ്മൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങളും നമ്മളെ ചുറ്റുമുള്ള ജനങ്ങളും ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ഉൽപാദന മേഖല ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ അറിയപ്പെടുന്ന പേര് ടു സെക്ടർ മോഡൽ എക്കോണമി. അപ്പൊ ഒരു ടു സെക്ടർ മോഡൽ എക്കോണമിയിൽ ആരൊക്കെയാ വരുന്നത്? ഒന്ന് ഗാർഹിക മേഖല അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, രണ്ടാമത്തെയാണ് ഉൽപാദന മേഖല അല്ലെങ്കിൽ ഫേം. ഇനി ഈ പറയുന്ന എക്കോണമിയിലേക്ക് മൂന്നാമതൊരു സെക്ടറും കൂടെ വരും, അതായത് ഗവൺമെന്റ് കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നിരിക്കട്ടെ എങ്കിൽ ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ത്രീ സെക്ടർ മോഡൽ എക്കോണമി. ഒരു എക്കോണമിയിൽ ഹൗസ് ഹോൾഡ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫേം, ഈ ഫേമിനെ നമ്മളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഗവൺമെന്റ് വന്നാൽ ഗവൺമെന്റ് എന്തെടുക്കും? ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ മൂന്നാമത്തെ സെക്ടറും കൂടെ വന്നാൽ ടാക്സ് ഇംപ്ലിമെന്റഡ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് ത്രീ സെക്ടർ മോഡൽ എക്കോണമി. ദെൻ മൂന്നാമതായിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള വ്യവസായ ഉൽപാദന മേഖലകൾ ഉണ്ടാക്കി തരുന്നു. നമ്മളെ നിയന്ത്രിക്കാനും ഈ പറഞ്ഞ ഉൽപാദന മേഖലയെ നിയന്ത്രിക്കാനും ഗവൺമെന്റും ഉണ്ട്. എങ്കിൽ ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വരണം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇറ്റലിയിൽ നിന്ന് വരണം, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ കയ്യിൽ കണ്ടമാന സാധനങ്ങളുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യണം. ഈ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയും. ബാഹ്യ മേഖല എന്നാണ് അതിന് മലയാളം മീനിങ്. എക്സ്റ്റേണൽ സെക്ടർ, ബാഹ്യ മേഖല. അപ്പോൾ ഒരു എക്കോണമിയിൽ നമ്മൾ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഗാർഹിക മേഖല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്ന ഉൽപാദന മേഖല അല്ലെങ്കിൽ ഫേംസ്, നമ്മളെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ്, പിന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഫോർ സെക്ടർ മോഡൽ എക്കോണമി. അപ്പോൾ ഞാനൊരു വാക്ക് പറയും, എക്സ്റ്റേണൽ സെക്ടർ ഉള്ള രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഓപ്പൺ എക്കോണമി. മറക്കല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാക്കാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു വാക്കുണ്ട് ക്ലോസ്ഡ് എക്കോണമി എന്ന് വെച്ചാൽ എന്തില്ല? എക്സ്റ്റേണൽ സെക്ടർ ഇല്ല. അതിനർത്ഥം പറഞ്ഞുതരാം. മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേര് ഓപ്പൺ എക്കോണമി എന്നും തുറന്ന സമ്പദ് വ്യവസ്ഥ എന്നും, മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ മീൻസ് ട്രേഡിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളെ അറിയപ്പെടുന്ന പേര് ക്ലോസ്ഡ് എക്കോണമി എന്നാണ്. ഇപ്പോൾ ഈ സമയത്ത് 2025 ഒരു രാജ്യവും എന്തല്ല? ക്ലോസ്ഡ് അല്ല. എന്താ? ഈ പറയുന്ന ഏതെങ്കിലും രാജ്യം മറ്റേതെങ്കിലും രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പോർട്ടിനോ ഇമ്പോർട്ടിനോ വേണ്ടി. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഉത്തര കൊറിയ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ തുടങ്ങിയിട്ടുള്ള ഏകാധിപത്യ ഭരണരാജ്യങ്ങളെ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അത് ഈ പറഞ്ഞ ക്ലോസ്ഡ് എക്കോണമിയാണോ? അല്ല. ഈ പറഞ്ഞ ഏകാധിപതിയായിട്ടുള്ള വ്യക്തികളും അമേരിക്കയുമായിട്ടും ഇന്ത്യയുമായിട്ടും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടത്തില്ലയോ, എഗ്രിമെന്റ് സൈൻ ചെയ്യത്തില്ലയോ? അപ്പൊ ഈ പറയുന്ന ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ നിലവിൽ ഒരു രാജ്യങ്ങളും എന്തല്ല? ഈ പറയുന്ന ക്ലോസ്ഡ് എക്കോണമി അല്ല, ഓപ്പൺ എക്കോണമി. അതിനർത്ഥം എന്താണ്? ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? ഓപ്പൺ എക്കോണമിയിൽ ട്രേഡ് ഉണ്ട്. ഇപ്പൊ ട്രേഡ് ഉണ്ടെങ്കിൽ അവിടെ ജനങ്ങളുണ്ട്. ജനങ്ങളെ അറിയപ്പെടുന്ന പേര് ഹൗസ് ഹോൾഡ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നവരെ അറിയപ്പെടുന്ന പേര് ഫേം. ആ ഫേമിനെയും ഈ പറയുന്ന ജനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ടീമാണ് ഗവൺമെന്റ്. എങ്കിൽ ആരും കാണും? എക്സ്റ്റേണൽ സെക്ടറും കാണും. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 4 മേഖലയിലുള്ള ആളുകൾക്കും ചെലവില്ലയോ? അല്ലയോ? അപ്പൊ നമ്മൾ പറയാൻ പോവാണ് എന്ത്? ദേശീയ വരുമാനം ഏത് മെത്തേഡിൽ? ചെലവ് രീതിയിൽ കണക്കാക്കിയാൽ ഈ രാജ്യത്ത് നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. എങ്കിൽ നമ്മുടെ ചെലവിനെ അറിയപ്പെടുന്ന പേരാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തത്, ഈ ഫേമുകൾ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളാവേ. ഈ ഫേമുകൾ നമ്മൾ പറയുന്ന പേര്, അവർ പറയും ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും പറയുക, PSC പഠിച്ചു, ജോലി കയറി, നീ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അത് ഷെയറിലാകാം, അതല്ല വീടിനടുത്തുള്ള ഒരു വസ്തു മേടിച്ച് അതിലൊരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്ത് അത് റെന്റിന് കൊടുക്കുന്ന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബിസിനസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിനെ അറിയപ്പെടുന്ന പേര് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്നാണ്. റിട്ടേൺ വേറെയാണ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ പറയും I എന്ന് മാത്രം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തെ വാക്ക്, ഗവൺമെന്റിന് ചെലവുണ്ട്. ഗവൺമെന്റിന്റെ ചെലവിനെ അറിയപ്പെടുന്ന പേരാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ C+I+G+ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഈ ഇക്വേഷനെ അറിയപ്പെടുന്ന പേരാണ് നാഷണൽ ഇൻകം ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ
ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ C+I+G+X-M എന്ന് പറഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് കുറയ്ക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹൗസ് ഹോൾഡിന് ചിലവുണ്ട്, ഹൗസ് ഹോൾഡിന്റെ ചിലവിനെ അറിയപ്പെടുന്ന പേര് കൺസംഷൻ ചെലവ്. ദെൻ ഫേമിന് ചിലവുണ്ട്, ഫേമിന്റെ ചിലവിനെ അറിയപ്പെടുന്ന പേര് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെലവ്. മൂന്നാമത്തെ ഗവൺമെന്റിന്റെ ചിലവുണ്ട്, ഗവൺമെന്റിന്റെ ചിലവിനെ അറിയപ്പെടുന്ന പേര് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. നാലാമത്തത് എക്സ്റ്റേണൽ സെക്ടറിന് ചിലവുണ്ട്, എക്സ്റ്റേണൽ സെക്ടറിന്റെ ചിലവിനെ അറിയപ്പെടുന്ന പേര് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എക്സ്പെൻഡിച്ചർ. അപ്പം അങ്ങനെ ഈ 4 യൂണിറ്റിന്റെ ഒരു രാജ്യത്ത് 4 സെക്ടർ ഉണ്ടെങ്കിൽ ഈ 4 സെക്ടറിന്റെ ചെലവുകൾ സം ചെയ്യുവാണെങ്കിൽ ആകെ ചെലവ് കിട്ടും. ആ ആകെ ചെലവ് ഇന്ത്യയിലെ ദേശീയ വരുമാനമായിട്ട് ട്രീറ്റ് ചെയ്താൽ അതാണ് നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ഏത് മെത്തേഡിൽ? ചെലവ് മെത്തേഡിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഈ ചെലവുകളെല്ലാം ഇന്ത്യയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടൈമിലേക്ക് പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാലോ, വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് എക്കണോമിക്സിൻ്റെ ഈ ക്ലാസ് പഠിക്കണം. അതുകൂടാതെ മാജിക് മന്ത്ര PDF പഠിക്കണം. ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കണം. സയൻസിൻ്റെ SCERTയും NCERTയും പഠിക്കണം. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ തന്നേക്കുന്ന ഇത്രയും മെറ്റീരിയൽസ്, ഇത്രയും ക്ലാസ് നിങ്ങൾ കണ്ട് റിവൈസ് ചെയ്ത് രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ എക്സാം ഉണ്ട്. ദെൻ ഈ പറയുന്ന ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ട 4 പ്രധാനപ്പെട്ട ടോപ്പിക്ക്, പ്രധാനപ്പെട്ട വിയോഗങ്ങൾ, ഈ പറയുന്ന പ്രധാനപ്പെട്ട വിയോഗങ്ങൾ പഠിക്കണം. പുതിയ ഭേദഗതികൾ പഠിക്കണം. അമെൻമെൻറ്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അമെൻമെൻറ്റുകൾ പഠിക്കണം. കേരള ഫിലിം അവാർഡ് പഠിക്കണം. 2024 പാരാലിമ്പിക്സ്. ഇത്രയും ഈ 4 ടോപ്പിക്കാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വർക്കൗട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതുകൂടാതെ ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പോൾ എക്കണോമിക്സ് പഠിക്കണം, സയൻസ് കണ്ടന്റ് പഠിക്കണം. ഇത്രയും കണ്ടന്റ് പഠിച്ചതിന് ശേഷം രാത്രി 9 മണിക്ക് എക്സാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ ഇന്നത്തെ വർക്കൗട്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി, അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സല്യൂട്ട്, അതായത് യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ മത്സര പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആകുന്ന വർക്കൗട്ട് ബാച്ചാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇടുക. വാട്സപ്പ് മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേര്, അതിനുശേഷം നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച്, ഏത് വർക്കൗട്ട് ബാച്ചിലാണോ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അതിൻ്റെ മെസ്സേജ് ഇടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ അറിയപ്പെടുന്ന പേര് നാഷണൽ ഇൻകം. 3 മെത്തേഡിലാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മലയാളം ഉൽപ്പന്ന രീതി. രണ്ടാമത്തത് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി. വരുമാന രീതി. മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി. ആ 3 മെത്തേഡ് നമുക്ക് എന്ത് കണക്കാക്കാം? നാഷണൽ ഇൻകം കണക്കാക്കാം. ഇനി GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് GDPയുടെ മലയാളം. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. ഒന്ന് നോട്ട് ചെയ്തേക്കണം. GDP ഈസ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ അറിയപ്പെടുന്ന പേര് GDP എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തോളാം. ഇപ്പം നിങ്ങൾ ഒരു ഔട്ട്ലൈൻ ആയിട്ട് എന്താണ് നാഷണൽ ഇൻകം എന്ന് പഠിക്കണം, എന്താണ് GDP എന്നും പഠിക്കണം. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കോണമിയാണ്. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷറി സെക്ടർ ഉണ്ട്. അതിനകത്ത് ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഒരു ചോദ്യം. പ്രാഥമിക മേഖല അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. അതുകൊണ്ടാണ് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ മേഖലയുടെ അടിത്തറ വ്യവസായമായതുകൊണ്ടാണ് ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ മേഖലയാണ് തൃതീയ മേഖല. തൃതീയ മേഖലയുടെ അടിസ്ഥാനം സേവനമായതുകൊണ്ടാണ് അതിനെ സേവന മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. ശരിയാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ പ്രദാനം ചെയ്യുന്ന മേഖല ചോദിച്ചാൽ പ്രാഥമിക മേഖലയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനം സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖല. ശരിയാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളിൽ വർഗീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം RBI ആണ്. തെറ്റാണ്. അതായത് ഓരോ മേഖലകളുണ്ടല്ലോ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പൊ അവിടെ ഓരോരോ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഓരോരോ മേഖലയിൽ വരണമെന്ന് വർഗീകരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാനുള്ള റൈറ്റുള്ള അല്ലെങ്കിൽ അതിനുള്ള ചുമതലയുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ RBI അല്ല. തെറ്റാണ്. ഉത്തരം CSO ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നറിയപ്പെടുന്ന CSO ആണ് ഈ പറയുന്ന ഓരോ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഉൾപ്പെടണം എന്ന് പറയുന്നത് CSO ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണല്ലോ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ പ്രദാനം ചെയ്യുന്ന മേഖല ഏതാ? അത് പ്രാഥമിക മേഖലയാണ്. ഈ പ്രാഥമിക മേഖല വരുന്നതാണ് വനപരിപാലനം. അതിൻ്റെ ശാസ്ത്രീയ നാമം സിൽവി കൾച്ചർ എന്നാണ്. വനപരിപാലനത്തിന്റെ ശാസ്ത്രീയ നാമമാണ് വനപരിപാലനം, സിൽവി കൾച്ചർ എന്ന് പറയും. ഇപ്പൊ കടൽ മത്സ്യ കൃഷിക്ക് പറയത്തില്ലേ, നമ്മൾ പഠിക്കും മാരി കൾച്ചർ. മുയൽ കൃഷിക്ക് അറിയപ്പെടുന്ന പേര് കൂണി കൾച്ചർ. അങ്ങനെ ഓരോരോ കൾച്ചർ പഠിക്കത്തില്ലയോ? അത് തന്നെ സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തേ പോണ്ട്. വനപരിപാലനം ഇതിനകത്ത് വരും, പ്രാഥമിക മേഖല വരും. മത്സ്യബന്ധനം അല്ലെങ്കിൽ ഫിഷിങ് പ്രാഥമിക മേഖല വരും. മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന കൃഷി അറിയപ്പെടുന്ന പേര്, കടൽ മത്സ്യ കൃഷി അറിയപ്പെടുന്ന പേരാണ് മാരികൾച്ചർ. ദെൻ ഈ മത്സ്യകൃഷി അറിയപ്പെടുന്ന പേരുണ്ട്, അതെന്താണ്? ഇക്തിയോളജി എന്നൊക്കെ പറയും നമ്മൾ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ മത്സ്യബന്ധനം, ദെൻ ഖനനം അല്ലെങ്കിൽ മൈനിങ് അത് ഇതിനകത്ത് വരും. ഈ പറഞ്ഞ പ്രാഥമിക മേഖല വരും. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനമൊക്കെ ഇവിടത്ത് വരുന്നതാണ്, പ്രാഥമിക മേഖല വരുന്നതാണ്. ഇപ്പൊ പാറ പൊട്ടിക്കൽ പ്രാഥമിക മേഖല വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ്. വനപരിപാലനം, മത്സ്യബന്ധനം, കൃഷി, അതിന് അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ പ്രാഥമിക മേഖല വരുന്നതാണ്. രണ്ടാമത്തെയാണ് ദ്വിതീയ മേഖല. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഈ പറഞ്ഞ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടിയ ഒരു വസ്തു എടുത്ത് പുതിയൊരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിലൂടെ വരുന്ന ആ ഒരു മേഖല അറിയപ്പെടുന്ന പേര് ദ്വിതീയ മേഖല എന്നാണ്. വ്യവസായം ദ്വിതീയ മേഖല വരുന്നതാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുഴപ്പിച്ച ചോദ്യമാണ് ജലവിതരണം ദ്വിതീയ മേഖല ഉൾപ്പെടുന്ന, വൈദ്യുതി ഉൽപാദനം ദ്വിതീയ മേഖല ഉൾപ്പെടുന്നതാണ്. കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞാൽ അപ്പൊ പാറ പൊട്ടിച്ചെടുത്തു, പാറ പൊട്ടിക്കൽ പ്രാഥമിക മേഖലയാ. പൊട്ടിച്ചെടുത്ത പാറ ഉപയോഗിച്ച് കെട്ടിടം ഉണ്ടാക്കി, അപ്പൊ കെട്ടിട നിർമ്മാണം ഇതിനകത്ത് വരും, ദ്വിതീയ മേഖല. ദെൻ സാധനങ്ങളുടെ ഉൽപാദനം, ഇത്രയും കാര്യങ്ങൾ എവിടെ വരും? ദ്വിതീയ മേഖലയിൽ വരും. ഇപ്പൊ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം എല്ലാം വരുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്. തിരിഞ്ഞു പോലെ. ഓക്കെ, അടുത്തത് തൃതീയ മേഖല. നമ്മൾ നേരത്തെ പറഞ്ഞു തൃതീയ മേഖലയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്നറിയപ്പെടുന്ന എന്താണ്? സേവനമാണല്ലോ. നിങ്ങൾക്കോ എനിക്കോ എന്തൊക്കെ സേവനങ്ങൾ കിട്ടുന്നോ ആ സേവനങ്ങളല്ലേ ഇതിനകത്ത് വരും, തൃതീയ മേഖലയിൽ വരും. വ്യാപാരം, വാണിജ്യം, ഗതാഗതം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇത് മൂന്നും സെയിം ആണോ? സെയിം അല്ല. വ്യാപാരം എന്ന് പറഞ്ഞാൽ ട്രേഡാ, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യപ്പെടുന്നതിനെ അറിയപ്പെടുന്ന പേര് വ്യാപാരം എന്നോ. വാണിജ്യം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ഇതെല്ലാം തൃതീയ മേഖല വരും. പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാൽ ഏതൊക്കെ സേവനങ്ങൾ നമുക്കോ ഈ രാജ്യത്തുണ്ടോ അതെല്ലാം തൃതീയ മേഖല വരുന്നതാണ്. വാർത്താവിനിമയം, സംഭരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയർ ഹൗസിംഗ് ഫെസിലിറ്റി എന്നറിയപ്പെടുന്ന സംഭരണം, ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നു, വെയർ ഹൗസിംഗ് എന്ന് പറയത്തില്ലേ, ഇതെല്ലാം തൃതീയ മേഖല വരുന്നതാണ്. നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഹോട്ടൽ, ബിസിനസ്, ഇതെല്ലാം തൃതീയ മേഖലയിലാണ്. റിയൽ എസ്റ്റേറ്റ്, ടിക്ക് ചെയ്തേക്കണം. റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഇതിനാണ്, തൃതീയ മേഖലയിലാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം 3 മേഖലയിൽ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് വരുവാണ്. ഈ പറയുന്ന ചോദ്യത്തിലേക്ക് വരുന്നു. ജലവിതരണം സമ്പദ് വ്യവസ്ഥയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ജലവിതരണം നിങ്ങൾ തന്നെ പറ. ദ്വിതീയ മേഖലയിലാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പ്രാഥമിക മേഖലയിലെയോ ആൻസർ, ദ്വിതീയ മേഖലയാണ്. അതായത് ഇപ്പൊ ജലവിതരണം പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഒരു രാജ്യത്ത് ജലവിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒന്ന് ആളുകൾ കുടിക്കാൻ വേണ്ടി സമ്മതിച്ചു, അതല്ലാതെയോ പ്രാഥമികമായിട്ട് കൃഷിക്ക് വേണ്ടിയാണ്. അപ്പൊ കൃഷി അസംസ്കൃത വസ്തു, ആ അസംസ്കൃത വസ്തു എന്താക്കി മാറ്റാൻ, അന്ത്യ ഉൽപ്പന്നമായിട്ട് മാറണം, കാർഷിക ഉൽപ്പന്നമായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് ഈ ജലം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തായിട്ട് വരണം? ദ്വിതീയ മേഖലയായിട്ട് വരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലവിതരണം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഒരു വാക്ക് നമ്മൾ പറയും, വൈറ്റ് കോളർ എന്ന് പറയും, റെഡ് കോളർ എന്ന് പറയും. ഈ വാക്കൊന്ന് നോട്ട് ചെയ്താണ്. വൈറ്റ് കോളർ എന്താണെന്ന് അറിയാമല്ലോ, എന്താണ്? ഈ പറയുന്ന സേവന മേഖല, സർക്കാർ സർവീസിൽ
അതാണ് വൈറ്റ് കോളർ ജോബ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മൂന്നാമത്തെ മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ അറിയപ്പെടുന്ന കോമൺ ആയിട്ടുള്ള പേരാണ് വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയത്തില്ലേ. ഇവിടെ റെഡ് കോളർ എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് പ്രൈമറി പ്രവർത്തനങ്ങൾ, പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അറിയപ്പെടുന്ന പേരാണ് റെഡ് കോളർ എന്ന് പറയുന്നത്. അവിടെ SCERT സ്കൂൾ ടെക്സ്റ്റിലും NCERT സ്കൂൾ ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ ഉണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന സാമ്പത്തിക പ്രവർത്തനത്തിന്റെ പേര് നായാട്ടും ശേഖരണവും. അതായത് നായാടുന്നു, ദെൻ ശേഖരണം, ആ നായാട്ടിന്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന സാമ്പത്തിക പ്രവർത്തനമായിട്ട് അറിയപ്പെടുന്നത്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ സാധന കൈമാറ്റ വ്യവസ്ഥ എന്ന വാക്ക് പഠിക്കുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യപ്പെടുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് ബാർട്ടർ സമ്പ്രദായം. അതുമല്ലെങ്കിൽ CC എക്കോണമി എന്ന പേരിൽ അറിയപ്പെടും. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഗ്ലോമറേഷൻ എക്കോണമി. ഇത് NCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വേറെ ഒന്നുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തായിക്കോട്ടെ, ഒരു നഗരപ്രദേശത്തായിക്കോട്ടെ, ആ പ്രദേശത്ത് വ്യവസായശാലകൾ തുടങ്ങും. ഇപ്പോൾ ഒരു വ്യവസായശാല തുറന്നു അതിനാനുപാതികമായിട്ട് അതിനെ സഹായിക്കുന്ന തരത്തിൽ മറ്റൊരു വ്യവസായശാല അപ്പുറത്ത് തുറന്നു. ഇപ്പം നമ്മളൊരു ഏരിയ എടുക്കുന്നു, നമ്മൾ പറഞ്ഞ കാക്കനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നറിയപ്പെടുന്ന പ്രത്യേക സാമ്പത്തിക മേഖല എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പം അവിടെ നിങ്ങൾ പറയുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അതിന് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നിരിക്കട്ടെ, ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അഗ്ലോമറേഷൻ എക്കോണമി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന ക്ലാസ് നോട്ട്, പഠിപ്പിക്കുന്ന കണ്ടന്റ് ഞാൻ പഠിപ്പിക്കുന്നു. ഒരു വ്യവസായശാലയായിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ മാർക്കർ ഒരു വ്യവസായശാല നിർമ്മിക്കുന്നു. അപ്പോൾ അവർ പറയുക, എനിക്ക് ആവശ്യമായിട്ടുള്ള മാർക്കർ ഞങ്ങൾ തരാം. ദെൻ ഒരു യൂട്യൂബ് പ്രൊമോട്ടർ വന്ന് പറയുകയാണ്, ഈ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരാം. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുന്നു, ഇതിന് സർവീസ് പ്രൊവൈഡർ വന്നു, യൂട്യൂബ് പ്രൊവൈഡർ വന്നു. അപ്പം അങ്ങനെ ഈ പറയുന്ന ഇതൊരു വ്യവസായമാക്കുകയാണെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റ് വ്യവസായശാലകൾ ഇങ്ങോട്ട് വന്ന് പരസ്പരം ബന്ധപ്പെടും. പരസ്പരം ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് കാണും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അഗ്ലോമറേഷൻ എക്കോണമി. ഇനി അതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നു. കേരളത്തിലെ സമുദ്ര തീരത്തുള്ള, നമ്മൾ പറയും കേരളത്തിൻ്റെ മക്കൾ എന്ന വിശേഷണമുള്ള തീരദേശ നിവാസികളുണ്ടല്ലോ. അപ്പം ഞാൻ കേരളത്തിലൊരു തീരദേശ നിവാസിയായിട്ടുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാൻ കേരളത്തിലൊരു തീരദേശ നിവാസിയായിട്ടുള്ള വ്യക്തിയാണ്. എങ്കിൽ ഞാൻ അവിടെ മീൻ പിടിക്കുകയാണ്. എങ്കിൽ ആ മീൻ പിടിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് വേണം, മീൻ അഴുകാതിരിക്കാൻ വേണ്ടി ഐസ് കട്ട വേണം, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വേണം. അതിനുവേണ്ടി ഈ പറഞ്ഞ ഞങ്ങൾ ഈ പറഞ്ഞ മീൻ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ ധാരാളം വ്യവസായശാലകളുണ്ട്. അവരെല്ലാം ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് അഗ്ലോമറേഷൻ എക്കോണമി. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2021-22 കാർഷിക മേഖലയിലെ GDP സംഭാവന 18.8%, 2022-23 അത് 18.3% മാറി. ഇത്രയും കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് പഠിക്കേണ്ട 4 പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ഈ ക്ലാസ് കണ്ടന്റ് പഠിക്കണം, അതുകൂടാതെ ഒരു മാജിക് മന്ത്ര പഠിക്കണം, കറണ്ട് അഫേഴ്സിന് 4 കറണ്ട് അഫേഴ്സ് ടോപ്പിക് പഠിക്കണം. അതിനോടൊപ്പം സയൻസിന്റെ ഫാക്ട് കൂടി പഠിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് രാത്രി 9 മണിക്കത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോകാവൂ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.